എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10th ക്ലാസ്സിലെ ഹിന്ദി NCERT സ്പർശ് എന്ന ബുക്കിലെ 12th ചാപ്റ്ററാണ്. അതായത് ഗദ്യത്തിലെ 3rd ചാപ്റ്റർ. ചാപ്റ്ററിൻ്റെ പേരാണ് തന്താര വാമീരോ കഥ. തന്താരയുടെയും വാമീരോവിൻ്റെയും കഥ എന്നാണ് അർത്ഥം. അവർ രണ്ടുപേരും 2 ക്യാരക്ടേഴ്സാണ്. ഒരു യുവാവും ഒരു യുവതിയാണ്. അപ്പോൾ അവരുടെ കഥയാണ്. ഇതൊരു ലവ് സ്റ്റോറിയാണ്. ഇത് എഴുതിയിരിക്കുന്നത് ലീലാധർ മണ്ഡലോയി ആണ്. അദ്ദേഹത്തിൻ്റെ സ്വയം സൃഷ്ടിയല്ല. അതിൻ്റെ അർത്ഥം അദ്ദേഹം സ്വയം എഴുതിയ കഥയല്ല. ഇത് ഓൾറെഡി ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിൽ പ്രചരണത്തിൽ ഉള്ള കഥയാണ്. പണ്ടേ അവിടെ പ്രചരണത്തിലുള്ള ഒരു കഥയാണ്. അവിടുത്തെ ജനങ്ങൾക്കെല്ലാം ഈ കഥയെ പറ്റിയിട്ടറിയാം. ഈ കഥ മാത്രമല്ല, അങ്ങനെ വേറെയും പല കഥകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം അത് കേട്ട് അറിഞ്ഞ് അതിനെ കുറച്ചുകൂടി വ്യക്തത വരുത്തിയിട്ട് ഒരു പാഠമായിട്ട് നല്ല രീതിയിൽ എഴുതിയിരിക്കുന്നതാണ് ഇത്. അപ്പോൾ കഥ എന്താണെന്ന് നോക്കാം. ജോ സഭ്യത ജിത്നി പുരാനി ഹെ ഉസ്കെ ബാരെ മേ ഉത്തനെ ഹി ജ്യാദാ കിസ്സെ കഹാനിയാം ബി സുന്നേ കോ മിൽത്തി ഹെ. സഭ്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിവിലൈസേഷൻ പറഞ്ഞ ഒരു പ്രത്യേക നമ്മളുടെ സ്വഭാവങ്ങളും ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ മാനേഴ്സും സ്വഭാവങ്ങളും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സഭ്യത എന്ന് പറയുന്ന രീതി, അതിൻ്റെ അർത്ഥം പെരുമാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് എത്ര പഴയതാണോ അതിനെപ്പറ്റി അത്രയും കൂടുതൽ കഥകളും നമുക്ക് കേൾക്കാൻ കഴിയും. किस्से ज़रूरी नहीं कि सचमुच उस रूप में घटित हुए हो जिस रूप में हमें सुनने या पढ़ने को मिलते हैं. किस्से ज़रूरी नहीं, ഈ കഥകളൊന്നും നമുക്ക് ഉറപ്പൊന്നുമില്ല സത്യത്തിലും എങ്ങനെയാണോ സംഭവിച്ചത് അതേപോലെ തന്നെ അതേ രൂപത്തിൽ തന്നെയാണ് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്നത് അഥവാ പഠിക്കാൻ സാധിക്കുന്നത് എന്ന് ഉറപ്പൊന്നുമല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അതെങ്ങനെയാണോ സംഭവിച്ചത്, അപ്പം നമ്മൾ കേൾക്കുന്നതും അല്ലെങ്കിൽ വായിക്കുന്നതും അതേ രൂപത്തിൽ ആവണം എന്നൊന്നുമില്ല. ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം. ഇतना ज़रूर है कि इन किस्सों में कोई ना कोई സന്ദേശ या सीख निहित होती है. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. എന്താണ്? ഈ കഥകളിൽ നിന്നെല്ലാം നമുക്ക് എന്തെങ്കിലും സന്ദേശം അഥവാ മെസ്സേജ് അല്ലെങ്കിൽ സീക്ക്, എന്തെങ്കിലും പാഠം അല്ലെ ലെസൺ നമുക്ക് തീർച്ചയായും കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. നിഹിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥിത് പറയപ്പെടുന്ന എന്ന് പറയാം. अंडमान निकोबार द्वीप समूह में भी तमाम तरह के किस्से मशहूर है. अंडमान निकोबाർ ദ്വീപ സമൂഹത്തിലും തമാം എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള, തമാം തരഹ് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള കഥകൾ പ്രസിദ്ധമാണ്. അവിടെ മഷ്ഹൂർ എന്ന് വെച്ചാൽ പ്രസിദ്ധം, ഫേമസ് ആണ്. ഇൻമേ സെ കുച്ച് കോ ലീലാധർ മണ്ഡലോയിനെ ഫിർസെ ലിഖാ ഹെ. അപ്പോൾ ഇതുപോലെ പല കഥകളുണ്ടെന്നർത്ഥം. അതിൽ നിന്ന് കുറച്ച് കഥകൾ നമ്മുടെ റൈറ്റർ ലീലാധർ മണ്ഡലോയി ഫിർസെ ലിഖാ ഹെ പിന്നെയും എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി കേട്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ രീതിയിൽ എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. प्रस्तुत पाठ तंतारा वामीरो कथा इसी द्वीप समूह के एक छोटे से द्वीप पर केंद्रित है. നമുക്ക് തന്നിട്ടുള്ള ഈ പാഠഭാഗം തന്താരോ വാമീരോ കഥ എന്ന പാഠം ഈ ദ്വീപ സമൂഹത്തിൽ തന്നെ एक छोटे से द्वीप पर ഒരു ചെറിയ ദ്വീപിൽ കേന്ദ്രീകരിച്ചിട്ട് ഉള്ളതാണ്. ഉക്ത് ദ്വീപ് മേ വിദ്വേഷ് ഗഹരി ജഡേ ജമാ ചുക്കാത്ത. ഈ പറയുന്ന ദ്വീപ് ഉക്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് സെഡ്, ആസ് മെൻഷൻഡ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഈ പറഞ്ഞ ദ്വീപിൽ വിദ്വേഷം എന്ന് പറഞ്ഞാൽ വിദ്വേഷം തന്നെയാണ്. ഗഹരി ജഡേമേ, നല്ല ആഴത്തിൽ വേര് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ജഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേര് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അതിൻ്റെ അർത്ഥം അവിടെ എല്ലാം വളരെയധികം വിദ്വേഷം സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഉസ് വിദ്വേഷ് കോ ജഡ് മൂൽ സെ ഉഗാഡനെ കെ ലിയെ ഏക് യുഗൽ കോ ആത്മബലിദാൻ ദേന പടാത്ത. അപ്പോൾ ഈ വിദ്വേഷത്തിനെ വേരോടെ പറിച്ചു കളയാൻ, ഉഗാടന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറിച്ചു കളയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു യുഗൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പിൾ, പെയർ അഥവാ ജോഡ എന്നൊക്കെ പറയാം. പറഞ്ഞാൽ ഒരു കപ്പിളിന് തന്നെ അവരുടെ ആത്മബലിദാൻ അവരെ സമർപ്പിക്കേണ്ടി വന്നു. ഈ ഉസി യുഗൽ കെ ബലിദാൻ കി കഥ യഹാ ബയാൻ കി ഗയി ഹെ. ആ കപ്പിളിൻ്റെ ബലിദാൻ്റെ സാക്രിഫൈസ് ചെയ്ത ആ ത്യാഗത്തിൻ്റെ കഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പ്രേം സബ്കോ ജോഡ്താ ഹെ ഓർ ഘൃണ ദൂർ ബടാത്തി ഹെ. പ്രേമം എല്ലാവരെയും അടുപ്പിക്കും. ജോഡന എന്ന് വെച്ചാൽ അടുപ്പിക്കുക. ഓർ ഘൃണ എന്ന് വെച്ചാൽ വെറുപ്പ് അഥവാ ഹേറ്റ്, അത് എല്ലാവരെയും ദൂരെയാക്കും. ദൂരി ബടാത്തി ഹെ, ദൂരം കൂട്ടും. ഇസ്സെ ഭല കോൺ ഇൻകാർ കർ സക്താ ഹെ. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. ആർക്കാണ് ഇത് നിഷേധിക്കാൻ കഴിയുക? ഇൻകാർ കർണ എന്ന് വെച്ചാൽ അല്ല എന്ന് പറയാം, നിഷേധിക്കാൻ കഴിയുക. ഇസ്ലിയെ ജോ സമാജ് കെ ലിയെ അപ്നെ പ്രേം കാ അപ്നെ ജീവൻ തക് കാ ബലിദാൻ കർത്താ ഹെ സമാജ് ഉസെ ന കേവൽ യാദ് രഖ്താ ഹെ ബൽക്കി ഉസെ ബലിദാൻ കോ വ്യർത്ഥ നഹി ജാനെ ദേത്ത. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഇസ്ലിയെ ജോ സമാജ് കെ ലിയെ അപ്ന പ്രേം കാ, ആരാണോ സമാജത്തിന് വേണ്ടിയിട്ട്
സൊസൈറ്റി, സമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ പ്രേമത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ബലി കൊടുക്കുന്നത്. സമാജം അവരെ ഓർക്കുക മാത്രമല്ല, പിന്നെന്താണ്, അവരെ ഉസ്കെ ബലിദാൻ കോ വ്യർത്ഥ നഹി ജാനെ ദേത്ത, അവരുടെ ആ സമർപ്പണം വേസ്റ്റ് ആവാൻ സമ്മതിക്കില്ല. അതിൻ്റെ അർത്ഥം അതിന് വിലയുണ്ടാവുമെന്ന്. യഹി വജഹ ഹെ കി തത്കാലീന സമാജ് കെ സാമനെ ഏക് മിസാൽ കായം കർനെ വാലെ, ഇതേ കാരണം തന്നെയാണ് താത്കാലീന സമാജ് കെ സാമനെ എന്ന് പറഞ്ഞാൽ താത്കാലീന സമാജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കാലത്തെ സമാജം, ഉസ് സമയക്ക, ആ പീരീഡിലുള്ള ആ സമാജത്തിൻ്റെ മുന്നിൽ ഒരു മിസാൽ കായം കർണേവാലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉദാഹരണം വെക്കുന്ന, ഒരു സെറ്റ് ആൻഡ് എക്സാമ്പിൾ എന്ന് പറയില്ലേ, ഒരു ഉദാഹരണമായിട്ട് പ്രവർത്തിച്ച് കാണിച്ച ഇസ് യുഗൽക്കോ, ഈ കപ്പിളിനെ ആജ് ബി ഉസ് ദ്വീപിക്കെ നിവാസി, ഇന്നും ആ ദ്വീപിലെ ആൾക്കാരെ, ആ ദ്വീപിൽ ജീവിക്കുന്ന ആൾക്കാരെ ഗർവ് ഓർ ശ്രദ്ധ കെ സാത്ത് യാദ് കർത്തെ ഹെ, വളരെ ഗർവോടുകൂടിയും വളരെ ഭക്തിയോടുകൂടിയും ഓർക്കുന്നുണ്ട്. അപ്പോൾ ചാപ്റ്റർ തുടങ്ങാം. തന്താര വാമീരോ കഥ. अंडमान द्वीप समूह का अंतिम दक्षिणी द्वीप है ലിറ്റിൽ അന്തമാൻ. അന്തമാൻ ദ്വീപ് സമൂഹത്തിൻ്റെ, ദ്വീപ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഐലാൻഡ്, സമൂഹം എന്ന് വെച്ചാൽ കൂട്ടം, അപ്പോൾ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്, ഒരു കൂട്ടം ദ്വീപുകൾ. ഈ അന്തമാൻ ദ്വീപിൻ്റെ ഏറ്റവും ലാസ്റ്റിലുള്ള ദ്വീപ്, ദക്ഷിണി ദ്വീപ്, സൗത്ത് സൈഡിൽ ഏറ്റവും സൗത്ത് ഡയറക്ഷനിൽ ഏറ്റവും ലാസ്റ്റിലുള്ള ദ്വീപാണ് ലിറ്റിൽ അന്തമാൻ. അതിൻ്റെ പേരാണ് ലിറ്റിൽ അന്തമാൻ. യഹ് പോർട്ട് ബ്ലെയർ സെ ലഗ്ഭഗ് 100 കിലോമീറ്റർ ദൂർ സ്ഥിത് ഹെ. ഈ ലിറ്റിൽ അന്തമാൻ എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയറിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. പോർട്ട് ബ്ലെയർ ഏതാ സ്ഥലം? അന്തമാനിൻ്റെ, അന്തമാൻ നിക്കോബാർ ദ്വീപിൻ്റെ ക്യാപിറ്റലാണ് പോർട്ട് ബ്ലെയർ. ഇസ്കെ ബാദ് നിക്കോബാർ ദ്വീപ് സമൂഹ की श्रृंखला ആരംഭ होती है. ഇതിന് ശേഷം നിക്കോബാർ ദ്വീപ സമൂഹം അഥവാ നിക്കോബാർ ദ്വീപുകൾ, ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്, അതിൻ്റെ ശൃംഖല എന്ന് വെച്ചാൽ ചെയിൻ, ഒന്നിനോട് കണക്റ്റഡ് ആയിട്ട് ഇനി ഒന്ന്, അത് ആരംഭ होती है, സ്റ്റാർട്ട് ആവുന്നുണ്ട്. जो നിക്കോബാരി ജനജാതിക്ക് ആദിം സംസ്കൃതിക്ക് കേന്ദ്ര ഹെ. അപ്പോൾ ആ സ്ഥലം എന്താണ്? നിക്കോബാരി ജനജാതി, നിക്കോബാരി ആൾക്കാരെ, ജനജാതി എന്ന് വെച്ചാൽ അവിടെ ജീവിക്കുന്ന, അവിടെ താമസിക്കുന്ന ആൾക്കാരെ, അവരുടെ ആദിം സംസ്കൃതിക്ക് കേന്ദ്ര ഹെ. ആദിം സംസ്കൃതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ, പെഹലേക്ക അല്ലെങ്കിൽ പ്രാരംഭം എന്ന് പറയാം. ആദ്യത്തെ സംസ്കൃതി എന്ന് വെച്ചാൽ കൾച്ചർ, ആ കൾച്ചറിൻ്റെ ഒരു കേന്ദ്രമാണ്. നിക്കോബാർ ദ്വീപ് സമൂഹ का पहला प्रमुख द्वीप है कार निकोबार जो लिटिल अंडमान से 96 കിലോമീറ്റർ ദൂർ ഹെ. ഈ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ പെഹല പ്രമുഖ് ദ്വീപ്, ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ദ്വീപാണ് കാർ നിക്കോബാർ ദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 ദ്വീപിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്ന് കാർ നിക്കോബാറും പിന്നൊന്ന് ലിറ്റിൽ അന്തമാനും. അപ്പോൾ ഈ കാർ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ ഒരു പ്രമുഖമായിട്ടുള്ളതൊന്ന്. അതിൽ നിന്നും ജോ ലിറ്റിൽ അന്തമാൻ സേ 96 കിലോമീറ്റർ ദൂർ ഹെ. ഈ ആദ്യം പറഞ്ഞ ദക്ഷിണി ദ്വീപ് എന്ന് പറഞ്ഞില്ലേ, ലിറ്റിൽ അന്തമാൻ, അതിലേക്ക് 96 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഒന്നെന്താണ് കാർ നിക്കോബാർ, പിന്നൊന്ന് ലിറ്റിൽ അന്തമാൻ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ 96 കിലോമീറ്റർ ദൂരമുണ്ട്. നിക്കോബാരിയോ का विश्वास है कि प्राचीन काल में ये दोनों द्वीप एक ही थे. അപ്പോൾ ഈ നിക്കോബാരികളുടെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, അവർ വിശ്വസിച്ചു പോകുന്നത് പഴയ കാലത്ത്, പ്രാചീന കാലമേ, ഏൻഷ്യൻ ടൈമിലെ പഴയ കാലത്ത് ഈ 2 ദ്വീപുകളും ഒന്നായിരുന്നു, വേറെ വേറെ ആയിരുന്നില്ല, ഒന്നായിരുന്നു. ഇൻകെ വിഭക്ത് ഹോനേക്ക് ഏക് ലോക് കഥ ഹെ ജോ ആജ് ബി ദോഹരായി ജാതി ഹെ. ഇത് വിഭക്ത് എന്ന് വെച്ചാൽ ഡിവൈഡ് ആവുക, അത് വേറെ വേറെ ആവുക. അപ്പോൾ അത് ഡിവൈഡ് ആയതിൻ്റെ ഒരു ലോക് കഥ, ഒരു പണ്ടത്തെ നാടോടി കഥകൾ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കഥയുണ്ട്. അത് ഇന്നും ദോഹരായി ജാതിയെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. പറഞ്ഞ ആൾക്കാർ എല്ലാവരും അറിയുന്നതാണ് ആ കഥ, ഇന്നും പറഞ്ഞു വരുന്നുണ്ട് അതിനെ പറ്റിയിട്ട് എന്നർത്ഥം. സദിയോं पूर्व जब लिटिल अंडमान और कार निकोबार आपस में जुड़े हुए थे तब वहाँ एक सुंदर सा गाँव था. സദിയോं പൂർവ്വ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, പറഞ്ഞാൽ 100 വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം, ലിറ്റിൽ അന്തമാനും പിന്നെ കാർ നിക്കോബാർ, ഈ 2 ദ്വീപുകളും ആപ്പസ് മേ ജുഡേ ഹുയെ, രണ്ടും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു, പറഞ്ഞാൽ ഒന്നായിരുന്ന സമയത്ത്, വഹ അവിടെ എക് സുന്ദർ സ ഗാവത്ത, ഒരു സുന്ദരമായിട്ടുള്ള ഗ്രാമമുണ്ടായിരുന്നു. പാസ്മേ എക് സുന്ദർ ഓർ ശക്തിശാലി യുവക് രഹാ കർത്താത്ത, അവിടെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ശക്തിശാലിയും നല്ല സുന്ദരനുമായിട്ടുള്ള ഒരു യുവാവും അവിടെ ഉണ്ടായിരുന്നു. ഉസ്കാ നാം താ തന്താര, ആ യുവാവിൻ്റെ പേരായിരുന്നു തന്താര.
നിക്കോബാരി ഉസെ ബെഹദ് പ്രേം കർത്തേ തേ. നിക്കോബാരി എന്ന് വെച്ചാൽ നിക്കോബാറിൽ താമസിക്കുന്ന ജനങ്ങളെയാണ് നിക്കോബാരി എന്ന് പറയുന്നത്. അപ്പോൾ നിക്കോബാറിലെ ജനങ്ങൾ അയാളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ബെഹദ് എന്ന് വെച്ചാൽ ഒരുപാട്, പ്രേം കർത്തേ തേ സ്നേഹിച്ചിരുന്നു, ഇഷ്ടമായിരുന്നു അവർക്കെല്ലാവർക്കും. തൻതാര എക് നേക് ഓർ മദദ്ഗാർ വ്യക്തി താ. തൻതാര ഒരു നേക് എന്ന് വെച്ചാൽ ഹോണസ്റ്റ്, സത്യസന്ധമായിട്ടുള്ള, പിന്നെ മദദ്ഗാർ ഹെൽപ്പിംഗ് നേച്ചറായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. സദൈവ് ദൂസറോं की सहायता के लिए तत्पर रहता. എല്ലായ്പ്പോഴും, സദൈവ് എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ റെഡിയായിരുന്നു. अपने गांव वालों को ही नहीं अपितु समूचे द्वीपवासियों की सेवा करना अपना परम कर्तव्य समझता था. തൻ്റെ ഗ്രാമവാസികളെ മാത്രമല്ല, പിന്നെ സമൂചെ ദ്വീപവാസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട്, അവിടെ മുഴുവനും ഉള്ള, സമൂച എന്ന് വെച്ചാൽ അവിടെ മുഴുവനും ഉള്ള ദ്വീപിലുള്ള ആൾക്കാരെ എന്ത് സേവ വേണോ ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് എന്ത് വേണോ ചെയ്തു കൊടുക്കാൻ തൻ്റെ പരമ കർത്തവ്യമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പറഞ്ഞാൽ അങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഉസ്കെ ഇസ് ത്യാഗ് കി വജസെ വഹ് ചർച്ചിത്ത. ഇങ്ങനെയുള്ള ത്യാഗ സ്വഭാവത്തിൻ്റെ കാരണത്താൽ അദ്ദേഹത്തിനെ പറ്റിയിട്ട്, ഈ യുവാവിനെ പറ്റിയിട്ട് ഒരുപാട് ചർച്ച ചെയ്യും എല്ലാവരും. അതിൻ്റെ അർത്ഥം അയാളെപ്പറ്റി സംസാരിക്കും. സബി ഉസ്ക ആദർ കർത്തെ. എല്ലാവരും ഈ യുവാവിനെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്തിരുന്നു, ആദരിച്ചിരുന്നു. വക്ത് മുസീബത്ത് മേ ഉസ്സെ സ്മരൺ കർത്തെ ഓർ വഹ് ഭാഗ ഭാഗ വഹാ പഹുഞ്ച് ജാത്ത. നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സമയത്ത്, മുസീബത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഷ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മളിങ്ങനെ ഓർമ്മിക്കുമ്പോൾ തന്നെ ഈ യുവാവ് ഓടി ഓടി അവിടെ എത്തുമായിരുന്നു. ദൂസരെ ഗാവോ മേ ബി പർവ് ത്യോഹാറോ കെ സമയ ഉസ്സെ വിശേഷ രൂപ് സെ ആമന്ത്രിത് കിയാ ജാത്ത. മറ്റുള്ള ഗ്രാമപ്രദേശങ്ങളിലും അതിൻ്റെ അടുത്തുള്ള ഗ്രാമങ്ങളിലും പർവ് ത്യോഹാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്സവങ്ങളുടെ സമയത്ത് ഈ യുവാവിനെ പ്രത്യേകമായിട്ടും ക്ഷണം ലഭിക്കുമായിരുന്നു. പറഞ്ഞാൽ ഇവരെ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു. ആമന്ത്രിത് കർണ എന്ന് വെച്ചാൽ ഇൻവൈറ്റ് ചെയ്യുക. उसका व्यक्तित्व तो आकर्षक था ही, साथ ही आत्मीय स्वभाव की वजह से लोग उसे उसके करीब रहना चाहते. ഈ യുവാവിൻ്റെ വ്യക്തിത്വം ആകർഷകത, അട്രാക്റ്റീവ് തന്നെ ആയിരുന്നു. പറഞ്ഞാൽ നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആത്മീയ സ്വഭാവവും ആയിരുന്നു. അപ്പോൾ ഈ കാരണത്താൽ, ആത്മീയ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സത്യസന്ധമായിട്ടുള്ള, നേരെ മാർഗമുള്ള രീതിയിൽ സഞ്ചരിക്കുന്ന ഒരാൾ. അപ്പോൾ ഈ കാരണത്താലൊക്കെ തന്നെ ലോഗ് ഉസ്കെ ഇരിക്കാൻ, അദ്ദേഹത്തിനെ ക്ലോസ് ആവാൻ എല്ലാവരും ആഗ്രഹിച്ചു. पारंपरिक पोशाक के साथ वह अपनी कमर में सदैव एक लकड़ी की तलवार बांधे रहता. പാരമ്പരിക് പോഷാക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സ്, ആ ഡ്രസ്സ് ധരിക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ കമർ എന്ന് വെച്ചാൽ ഇടുപ്പിൽ എല്ലായ്പ്പോഴും ഒരു ലക്കടി കി തൽവാർ, മരത്തിൻ്റെ ഒരു വാളും കെട്ടിവെച്ചിട്ടുണ്ടാവും. लोगों के मत था बावजूद लकड़ी की होने पर उस तलवार में अद्भुत दैवीय शक्ति थी. അപ്പോൾ ലോകോക്കെ മത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധി. പറഞ്ഞാൽ ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പറഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധി, ജനങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ ബാവജൂദ് ലക്കടിക്ക് ഹോനെ പർ, അതൊരു പിന്നെ മരത്തിൻ്റെ വാളാണ് അല്ലേ. മറ്റേ സാധാരണ വാളാണെന്നുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് ഡേഞ്ചർ ആയിരിക്കും. ഇത് സാധാരണ ഒരു മരത്തിൻ്റെ ആയതുകൊണ്ട് ഈ വാളിൽ അദ്ഭുത ദൈവീയ ശക്തി, എന്തോ ഒരു അദ്ഭുതമായിട്ടുള്ള ദൈവീയ ശക്തി ഉണ്ട് എന്ന് വിശ്വസിച്ചു പോയിരുന്നു. തൻതാര അപ്പനി തൽവാർ കോ കബി അലഗ് ന ഹോനെ ദേത്ത. തൻതാരയും എന്താണ്, അവരുടെ ആ യുവാവിൻ്റെ വാള് എപ്പോഴും അതിനെ സെപ്പറേറ്റ് വെക്കില്ലായിരുന്നു. പറഞ്ഞാൽ തൻ്റെ കൂടെ തന്നെ അത് എപ്പോഴും കൊണ്ടു നടക്കുമായിരുന്നു. ഉസ്ക ദൂസറോ കെ സാമനെ ഉപയോഗ് ബി ന കർത്ത. മറ്റുള്ളവരുടെ മുമ്പിൽ അതിനെ ഉപയോഗിക്കുകയും ചെയ്യില്ലായിരുന്നു. കിന്തു ഉസ്കെ ചർച്ചിത് സാഹസിക് കാർനാമോ കെ കാരൻ ലോഗ് ഭാഗ് തൽവാർ മേ അദ്ഭുത് ശക്തി കാ ഹോന മാനത്തെ തേ. എന്നാൽ ഉസ്കെ ചർച്ചിത് സാഹസിക് കാർനാമോ കെ കാരൻ, ഈ ചർച്ച ചെയ്യുന്ന ഈ അയാളെയും അയാളുടെ വാളിനെയും ഒക്കെ പറ്റി ചർച്ച ചെയ്യുന്ന, പിന്നെ അതുമാത്രമല്ല ഭയങ്കര ധൈര്യശാലിയാണ്, ശക്തിശാലിയാണെന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ ഈ എല്ലാ കാരണങ്ങളാൽ ലോഗ് ഭാഗ് തൽവാർ മേ അദ്ഭുത് ശക്തി കാ ഹോന മാനത്തെ തേ. അപ്പോൾ ഈ വാളിൽ എന്തോ ഒരു അദ്ഭുത ശക്തിയുണ്ട് എന്ന് ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. തൻതാര കി തൽവാർ എക് വിലക്ഷൺ രഹസ്യത്തി. വിലക്ഷൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അസാധാരണമായിട്ടുള്ള, പറഞ്ഞാൽ സാധാരണമല്ലാത്ത, ഒരു അപൂർവമായിട്ടുള്ള എന്ന് പറയാം. അസാധാരണ ഹിന്ദിയിൽ തന്നെ പറയാം. അതായത് തൻതാരയുടെ വാള് ഒരു അസാധാരണമായിട്ടുള്ള രഹസ്യമായിരുന്നു. ഏക് ഷാം തൻതാര ദിൻ ഭർ കെ അഥക് പരിശ്രം കെ ബാദ് സമുദ്ര കിനാരെ ടഹൽനെ നിക്കൽ പട. ഒരു ദിവസം വൈകുന്നേരം തൻതാര ദിവസം മുഴുവനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ, പണികൾ, അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഹുത് ജ്യാദ, വളരെയധികം, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം സമുദ്രത്തിൻ്റെ തീരത്ത് വാക്കിങ്ങിന് വേണ്ടി വന്നു. ടഹൽന എന്ന് വെച്ചാൽ വാക്കിംഗ്. സൂരജ് സമുദ്ര സെ ലഗേ ഷിദിജ് തലേ ഡൂബിനെ കോ താ. ഷിദിജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൊറൈസോൺ എന്ന് പറയും. പറഞ്ഞാൽ ഭൂമിയും ആകാശ
ആകാശവും ഒരുമിച്ചു എന്ന് കാണുന്ന ഒരു സ്ഥലം, ഒരുമിക്കുന്ന പോലെ തോന്നുന്ന ഒരു സ്ഥലം. അതിൻ്റെ അർത്ഥം നമ്മൾ പിന്നെ കടൽ തീരത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ എത്താവുന്നത്ര ദൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വെള്ളവും ആകാശവും ഒരുമിക്കുന്ന പോലെ തോന്നും നമുക്ക്. അപ്പോൾ അതിനെയാണ് ഹൊറൈസോൺ എന്ന് പറയുന്നത്, ക്ഷിതിജ് എന്ന് ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് സൂര്യൻ മുങ്ങിത്തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. സമുദ്രസേ ഠണ്ഡി ബയാരെ ആ രഹി തീ. ബയാരെ എന്ന് വെച്ചാൽ ശീതൾ മന്ദ വായു, അതിൻ്റെ അർത്ഥം തണുത്ത മന്ദമായിട്ടുള്ള കാറ്റ്. അപ്പോൾ സമുദ്രത്തിൽ നിന്ന് തണുത്ത പതുക്കെയുള്ള കാറ്റ് വരുന്നുണ്ടായിരുന്നു. പക്ഷിയോങ്കി സായങ്കാലീന ചഹചഹാഹട്ടെ ശനേ ശനേ ക്ഷീണ ഹോനെ കോത്തി. പക്ഷികളുടെ സായങ്കാലീന വൈകുന്നേരമുള്ള ആ സന്ധ്യാസമയത്തുള്ള പിന്നെ ആ സൗണ്ട്, ചെഹച്ചഹാഹട്ട് പറഞ്ഞാൽ പക്ഷികളുടെ സൗണ്ടിനാണ് പറയുക, ചിർപ്പിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ അതിനെ ഹിന്ദിയിൽ നമ്മൾ ചെഹച്ചഹാഹട്ട് എന്ന് പറയും. അങ്ങനെയുള്ള ആ പക്ഷികളുടെ സൗണ്ടെല്ലാം പതുക്കെ പതുക്കെ ക്ഷീണ ഹോനെ ലഗേ, കുറഞ്ഞു തുടങ്ങി. ശനേ ശനേ എന്ന് വെച്ചാൽ ക്രമേണ, ഗ്രാജ്വലി. ക്ഷീണ ഹോന പറഞ്ഞാൽ ക്ഷീണമാകുക, അതിൻ്റെ അർത്ഥം കുറഞ്ഞു തുടങ്ങി. ഉസ്കാ മൻ ശാന്തത, ആ യുവാവിൻ്റെ മനസ്സ് ശാന്തമായിരുന്നു. വിചാരമഗ്ന തന്താര സമുദ്രി ബാലു पर बैठकर सूरज की अंतिम रंग बिरंगी किरणों को समुद्र पर निहारने लगा. വിചാരമഗ്ന തന്താര, വിചാരമഗ്ന എന്ന് വെച്ചാൽ വിചാരത്തിൽ മുഴുകിയിരിക്കുന്ന, മഗ്നം എന്ന് വെച്ചാൽ മുഴുകിയിരിക്കുന്ന ആ തന്താര സമുദ്രി ബാലു പർ ബൈഠ്കർ, സമുദ്രത്തിൻ്റെ മണലിൽ ഇരുന്ന്, സമുദ്രത്തിൻ്റെ തീരത്തുള്ള മണലിൽ. ബാലു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണൽ. മണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മണലിനെ പറയാറില്ല, രേത്ത് എന്നാണ് പറയുക. സമുദ്രത്തിൻ്റെ തീരത്തുള്ള മണലില്ലേ, അതിനെയാണ് ബാലു എന്ന് പറയുക. ഇനിയൊരു ബാലു ഉണ്ട്, അത് ഭാരതം എന്നുള്ള ഭായിൻ്റെ, അതെന്താണ്, കരടി. അപ്പോൾ ആ പിന്നെ കടൽപ്പുറത്തിരുന്ന് സൂരജ് കി അന്തിം രംഗ് ബിരംഗി കിരണോക്കോ, സൂര്യൻ്റെ ഏറ്റവും ഒടുവിൽ വരുന്ന ആ കളർഫുള്ളായിട്ടുള്ള കിരണങ്ങളെ സമുദ്ര പർ നിഹാർനെ ലഗ, സമുദ്രത്തിൽ ആ കിരണങ്ങൾ കാണില്ലേ, അതിൻ്റെ റിഫ്ലക്ഷൻ കാണില്ലേ, അതിനെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് ഇരുന്നു. നിഹാർന എന്ന് വെച്ചാൽ ബഹുത് ധ്യാൻ സെ ദേഖന. തബി കഹി പാസ് സെ ഉസെ മധുർ ഗീത് ഗുഞ്ജത സുനായി ദിയ. അപ്പോൾ അവന് അവിടെ എവിടെയോ അടുത്ത് നിന്ന് ഏതോ ഒരു മധുരമായിട്ടുള്ള ഒരു പാട്ടിൻ്റെ സൗണ്ട് കേട്ടു. ഗീത് മാനോ ബഹത്താ ഹുവ ഉസ്കി തരഫ് ആ രഹാ ഹോ, ആ പാട്ട് അതിങ്ങനെ ഫ്ലോ ആയിക്കൊണ്ട് അവൻ്റെ അടുത്ത് വരുന്ന പോലെ തോന്നി. ബീച്ച് ബീച്ച് മേ ലഹരോं का സംഗീത് സുനായി ദേത്ത, ഇടയിലടിയിൽ അതിൻ്റെ ഇടയിൽ ഈ തിരമാലകളുടെ, ലഹർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരമാലകൾ, ടൈഡ്സ്, അതിൻ്റെയും സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഗായൻ ഇത്തന പ്രഭാവി താക്കി വഹ് അപ്പനി സുദ് ബുദ് ഖോനെ ലഗ, ആ പാട്ട് ഇത്രയും എഫക്റ്റീവായിരുന്നു, ഈ യുവാവ് തൻ്റെ ബോധം തന്നെ നഷ്ടപ്പെട്ടു. സുദുബുദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോഷ്, ബോധം. ഖോനെ ലഗ, ഖോന എന്ന് വെച്ചാൽ നഷ്ടപ്പെടുക, പറഞ്ഞാൽ തൻ്റെ ബോധം കൂടി നഷ്ടപ്പെട്ടു, അത്രയും എഫക്റ്റീവായിരുന്നു ആ പാട്ട്. ലഹരോं के एक प्रबल वेग ने उसकी तंद्रा भंग की, തിരമാലകളുടെ ഒരു പ്രബൽ എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ബൽ എന്ന് വെച്ചാൽ സ്ട്രോങ്, പ്രബൽ ഇനിയും സ്ട്രോങ്, ആ സ്ട്രോങ് ആയിട്ടുള്ള ആ വേഗത ഉസ്കി തന്ത്ര ഭംഗ് കി, ഇവൻ്റെ തന്ത്ര എന്ന് വെച്ചാൽ ഏകാഗ്രത, കോൺസെൻട്രേഷൻ, ആ കോൺസെൻട്രേഷനൊക്കെ കെടുത്തി. ഉടനെക്കോ വിവശ് ഹോ ഉട്ട, ചൈതന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധം വന്നതും, ചൈതന്യ ഹോത്തേ ഹി, ബോധം വന്നതും അവൻ എന്താ ചെയ്ത്, ഉദർ ഭടനേക്കോ, അങ്ങോട്ട് പോകാൻ വിവശനായി. എങ്ങോട്ടാണ്, എവിടെ നിന്നാണോ ആ പാട്ടിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നത് അവിടേക്ക് പോകാൻ വിവശനായി. ജിദർ സേ അബ് ഭി ഗീത് കെ സ്വർ ബഹ രഹേ തേ, എവിടെ നിന്നാണോ ഇപ്പോഴും ആ പാട്ടിൻ്റെ സ്വരം വന്നുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് പോകാൻ വിവശനായി. വഹ വികൽ സ ഉസ് തറഫ് ബഡ്താ ഗയ, വികൽ എന്ന് വെച്ചാൽ വ്യാകുൽ അഥവാ പരേഷാൻ, അതിൻ്റെ അർത്ഥം ഡിസ്റ്റർബായിട്ട്. അപ്പോൾ വ്യാകുൽ ഹോന അല്ലെങ്കിൽ പരേഷാൻ ഹോന എന്ന് പറയാം. അപ്പോൾ അവൻ വളരെ വ്യാകുലമായിട്ട് ആ പാട്ട് കേൾക്കുന്ന ആ സൈഡിലേക്ക്, പറഞ്ഞ ആ ഡയറക്ഷനിലേക്ക് തന്നെ പോയി. അന്തതഹ ഉസ്കി നസർ ഏക് യുവതി പർ പടി, ലാസ്റ്റിൽ അവൻ്റെ ദൃഷ്ടി ഒരു യുവതിയിൽ നിന്നു, ആ യുവതിയെ കണ്ടു. ജോ, ആരാണോ, ജോ എന്ന് പറയുന്നതാണ് ആരാണ്, ഈ യുവതിയാണ് പറയുന്നത്, ആരാണോ ഡൽത്തി ഹുയി ഷാം കെ സൗന്ദര്യമേ, മങ്ങുന്ന സന്ധ്യാസമയത്തിൻ്റെ സൗന്ദര്യത്തിൽ, ഡൽന എന്ന് വെച്ചാൽ മങ്ങി വരിക. അപ്പോൾ ആ സന്ധ്യയുടെ സൗന്ദര്യത്തിൽ ബേസുദ് ഏക് തക് സമുദ്ര കി ദേഹ് പർ, ബേസുദ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥ, അബോധാവസ്ഥ, ബേഹോഷ് എന്നും പറയാം. പറഞ്ഞാൽ സുദ് ഓപ്പോസിറ്റ് ബേസുദ്, സുദ് ബോധം, ബേസുദ് ബോധമില്ലാത്തത്, ഹോഷ് ബേഹോഷ്. അപ്പോൾ അങ്ങനെ ബോധമില്ലാത്ത അവസ്ഥയിൽ ഏക് തക് സമുദ്ര കി ദേഹ് പർ, ഏക് തക് എന്ന് വെച്ചാൽ കണ്ണടയ്ക്കാതെ, അങ്ങനെ തുറച്ചു നോക്കുക എന്ന് പറയില്ല, അങ്ങനെ കണ്ണടയ്ക്കാതെ സമുദ്രത്തിൻ്റെ ദേഹത്തിൽ, ഡൂബത്തെ ഹുയെ ആകർഷക രംഗോങ്കോ, സമുദ്രത്തിൻ്റെ ദേഹത്തിൽ മുങ്ങുന്ന ആകർഷകമായിട്ടുള്ള ആ കളറുകളെ, നിഹാർത്തെ ഹുയെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട്, ഗാ രഹി തീ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്,
സമുദ്രത്തിൻ്റെ സർഫസ് വെള്ളത്തിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ആ കിരണങ്ങളെല്ലാം അവിടെ കളർഫുള്ളായിട്ട് കാണാം, റിഫ്ലക്ഷൻ അല്ലേ, അതാണ് പറയുന്നത്. അതിൽ നോക്കിക്കൊണ്ട് അവൾ അവിടെ നിന്ന് പാടുന്നുണ്ടായിരുന്നു. ഏക് ശൃംഗാർ ഗീത് താ, ഇതൊരു ശൃംഗാരം എന്ന് പറഞ്ഞാൽ മലയാളത്തിലും ഹിന്ദിയിലും സെയിം അർത്ഥം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു പാട്ടായിരുന്നു. ഉസെ ഗ്യാത് ഹി ന ഹോ സകാ കി കോയി അജ്നബി യുവക് ഉസെ നിശബ്ദ താക്കേ ജാ രഹാ താ, അവൾക്ക് അറിയേയില്ലായിരുന്നു. ഗ്യാദ് നെഹി ഹോന പറഞ്ഞാൽ അവളുടെ അറിവിലേ അല്ലായിരുന്നു, പറഞ്ഞാൽ അവൾക്ക് അറിഞ്ഞിട്ടേ ഇല്ല. അവൾ ഒരു അജ്നബി യുവക്ക്, ഒരു സ്ട്രെയിഞ്ചർ, അജ്നബി എന്ന് വെച്ചാൽ സ്ട്രെയിഞ്ചർ, ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു യുവാവ് നിശബ്ദമായിട്ട് അവളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞിട്ടില്ല. യക്കായക്ക് ഏക് ഊഞ്ചി ലഹർ ഉഠി ഓർ ഉസേ ബിഗോ ഗയി, യക്കായക്ക് പെട്ടെന്ന് ഒരു ഉയർന്ന തിരമാല അടിച്ചു തുടങ്ങി, അപ്പോൾ അവളെ അത് നനച്ചുപോയി. ബിഗോന എന്ന് വെച്ചാൽ നനയ്യ. വഹ ഹഡ്ബഡാഹട്ട് മേ ഗാന ഭൂൽ ഗയി, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മേലെ വെള്ളം വീണ് നനഞ്ഞ സമയത്ത് എന്താണ്, അവൾ ഹഡ്ബഡാഹട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗബറാഹട്ട് പറഞ്ഞാൽ പരിഭ്രമം, പെട്ടെന്ന് ഇങ്ങനെ പരിഭ്രമിച്ച് അവൾ ആ പാട്ട് മറന്നുപോയി. ഇസ്കെ പെഹലേക്ക് വഹ സാമാന്യ ഹോ പാത്തി, അവൾ അതിൽ നിന്നും നോർമൽ ആവുന്നതിന് മുമ്പ് തന്നെ ഉസ്നെ അപ്പനെ കാനോമേ ഗൂജ്തി ഗംഭീർ ആകർഷക് ആവാസ് സുനി, അവളുടെ ചെവികളിൽ ഇങ്ങനെ ഇക്കോ വരുന്ന പോലെ, ഗൂഞ്ചന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിധ്വനി വരും അല്ലേ, അങ്ങനെ ഉള്ള ഒരു ഗംഭീരമായിട്ടുള്ള ആകർഷകമായിട്ടുള്ള ഒരു ശബ്ദം കേട്ടു. പറഞ്ഞാൽ അവൾ ആ പാട്ട് മറന്ന് അതിൽ നിന്ന് നോർമലിലേക്ക് വരുന്നതിന് മുമ്പ് അവൾ ഈ ശബ്ദം കേട്ടു. തുമ്നെ യക്കായക്ക് ഇത്തന മധുർ ഗാന അധൂര ക്യൂൻ ചോട് ദിയ, നീ ഇത്ര പെട്ടെന്ന് ഇത്ര മധുരമായിട്ടുള്ള ഈ പാട്ട് അധൂര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി പറഞ്ഞാൽ എവിടെ ഇല്ലാണ്ട്, അങ്ങനെ പകുതി ഇൻകംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ വിട്ടത് എന്ന് ചോദിച്ചു. തന്താരാനെ വിനമ്രതാപൂർവ്വക് കഹ, അപ്പം തന്താര അവിടെ പോയി വിനമ്രതയോടുകൂടി അവളുടെ അടുത്ത് പറഞ്ഞു. അപ്പനെ സാമനെ ഏക് സുന്ദർ യുവക് കോ ദേക്കർ വഹ വിസ്മിത് ഹുയി, തൻ്റെ മുമ്പിൽ ഒരു സുന്ദരനായിട്ടുള്ള ഒരു യുവാവിനെ കണ്ടിട്ട് അവൾ ആശ്ചര്യപ്പെട്ടു പോയി. ഉസ്കെ ഭീത്തർ കിസി കോമൽ ഭാവന കാ സഞ്ചാർ ഹുവ, അവളുടെ ഉള്ളിൽ ഒരു കോമളമായിട്ടുള്ള ഒരു ഭാവന, ഒരു നല്ല ഒരു ഇമോഷൻ, നല്ലൊരു ഭാവം വന്നു തുടങ്ങി. ഉത്പന്ന ഹോന, സഞ്ചാർ ഹോന എന്ന് വെച്ചാൽ ഉത്പന്ന വന്നു. കിന്തു അപ്നെ കോ സംയത് കർ ഉസ്നെ ബേരുക്കി കെ സാത്ത് ജവാബ് ദിയ, പക്ഷെ അതൊന്നും വെളിയിൽ കാണിക്കാതെ, പറഞ്ഞാൽ മനസ്സിൽ നല്ല ഭാവനയൊക്കെയാണ് വന്നത്, പക്ഷെ അതൊന്നും വെളിയിൽ കാണിക്കാതെ എന്താണ് സംയത് കർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോക്ക് കർ പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ അടക്കി വെച്ചിട്ട്, ബേരുക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നിസ്സംഗത എന്ന് പറയാം, വിമുഖത നിസ്സംഗത എന്നൊക്കെ പറയാം, വിമുഖത എന്ന് ഹിന്ദിയിലും പറയാം കേട്ടോ. പറഞ്ഞാൽ ഇല്ല എനിക്ക് അങ്ങനെ ഒന്നും അട്രാക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു ഭാവത്തിൽ, അങ്ങനെ ഒരു വിമുഖതയോടുകൂടി അവൾ ഉത്തരം പറഞ്ഞു. पहले बताओ तुम कौन हो, ആദ്യം പറ നിങ്ങൾ ആരാണെന്ന്. ഇസ് തര മുझे घूरने और इस निसंगत प्रश्न का कारण, ഇതുപോലെ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കാനും പിന്നെ ഇങ്ങനെ യോജിക്കാത്ത പറഞ്ഞാൽ ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യവും ചോദിക്കണതിൻ്റെ കാരണം എന്താണ്. അസംഗത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുചിത്ത്, യോജിക്കാത്ത പറഞ്ഞാൽ പാടില്ലാത്ത, അതെന്തുകൊണ്ടാണ് ചോദിച്ചത് അങ്ങനെ. अपने गांव के अलावा किसी और गांव के युवक के प्रश्नों का उत्तर देने को मैं भाग्य नहीं, എൻ്റെ ഗ്രാമത്തിലെ യുവാക്കൾക്കല്ലാതെ മറ്റുള്ള ഗ്രാമങ്ങളിലെ യുവാക്കൾക്ക് ഉള്ള ക്വസ്റ്റ്യന് ഉത്തരം കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയല്ല. യഹ തും ഭി ജാൻതേ ഹോ, ഇത് നിങ്ങൾക്കും അറിയാമല്ലോ. തന്താര മാനോ സുദ് ബുദ് ഖോയെ ഹുയത്തെ, തന്താരയാണെങ്കിൽ മൊത്തം ബോധം നഷ്ടപ്പെട്ട് അവിടെ നിൽക്കുമായിരുന്നു. ജവാബ് ദേനെ കെ സ്ഥാൻ പർ ഉസ്നെ പുനഃ അപ്ന പ്രശ്ന ദോഹരായ, അതിന് ഉത്തരം പറയുന്നതിന് പകരം തന്താര പിന്നെയും തൻ്റെ ചോദ്യം ആവർത്തിച്ചു. തുമ്നെ ഗാന ക്യൂ റോക്ക് ദിയ, നീ പാട്ട് എന്തിനാണ് നിർത്തിയത്. ഗാവോ ഗീത് പൂരാ കരോ, പാട്ട് മുഴുമിക്ക്. സച്ച്മുച്ച് തുമ്നെ ബഹുത് സുരീല കണ്ട് പായാ ഹെ, സത്യത്തിൽ നിനക്ക് നല്ല തൊണ്ട കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം നല്ല വോയിസ് കിട്ടിയിട്ടുണ്ട്. സുരീല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള എന്നൊക്കെ പറയാം, മെലോഡിയസ് ആയിട്ടുള്ള. കണ്ട് എന്ന് വെച്ചാൽ തൊണ്ട, അതിൻ്റെ അർത്ഥം നിനക്ക് നല്ല വോയിസ് കിട്ടിയിട്ടുണ്ട്. യഹ് തോ മേരെ പ്രശ്ന കാ ഉത്തർ നാ ഹുവ, ഇത് എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരവല്ല. യുവതീനെ കഹ, യുവതി പറഞ്ഞു. സച്ച് ബത്താവോ തും കോൻ ഹോ, സത്യം പറ നിങ്ങൾ ആരാണ്. ലപ്പാത്തി ഗാവ് മേ തുമേ കബീ ദേക്കാ നഹി, ലപ്പാത്തി ഒരു ഗ്രാമത്തിൻ്റെ പേരാണ്. ഈ ലപ്പാത്തി എന്ന ഗ്രാമത്തിൽ നിങ്ങളെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. തന്താര മാനോ സമ്മോഹിത്ത, സമ്മോഹിത് എന്ന് വെച്ചാൽ മുഴുകിയ, മുഗ്ധ് എന്ന് പറയാം. തന്താരയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അങ്ങനെ അങ്ങോട്ട് മുഴുകി അവിടെ ഇരിക്കുകയാണ്, മുഴുകി നിൽക്കുക അവിടെ. ഉസ്കെ കാനോ മേ യുവതി കി ആവാജ് ഠീക് സേ പഹുഞ്ച് ന സക്കി, അതുകൊണ്ട് എന്താണ് അവൻ അവിടെ മുഴുകി നിൽക്കുന്നത് കൊണ്ട് അവൻ്റെ ചെവികളിൽ ഈ യുവതി പറഞ്ഞതൊന്നും ശരിക്കും അവിടെ എത്തിയിട്ടില്ല. ഉസ്നെ പുനഃ വിനയ്ക്ക് തുമ്നെ ഗാന ക്യൂ റോക്ക് ദിയ ഗാവന, പിന്നെയും അവൻ എന്താ പറഞ്ഞത്. തന്താര പറഞ്ഞു, നീ എന്തുകൊണ്ടാണ് പാട്ട് നിർത്തിയത്, പാടുന്നേ. യുവതി ജുഞ്ചുല ഉട്ടി, ജുഞ്ചുലാന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറിറ്റേറ്റ് ആവുക.
चिड़ना എന്നും പറയാം. അപ്പോൾ ഈ യുവതി ഇറിറ്റേറ്റായി, ചിടുകയി വഹ കുച്ച് ഓർ സോച്ചനെ ലഗി. അവൾ എന്തൊക്കെയോ വേറെ ആലോചിക്കാൻ തുടങ്ങി. അന്തതഃ ഉസ്നെ നിശ്ചയപൂർവക് ഏക് ബാർ പുനഃ ലഗ്ഭഗ് വിരോധ് കർത്തേ ഹുവേ കടേ സ്വർ മേ കഹ. പിന്നെ ലാസ്റ്റിൽ അവൾ നിശ്ചയതാപൂർവക് ഭയങ്കര പറഞ്ഞ ഡിറ്റർമിനായിട്ട് ഏക് ബാർ പുനഃ പിന്നെയും ഒരിക്കൽ ഏകദേശം ഒരു വിരോധം ചെയ്യുന്ന വിധത്തിൽ പറഞ്ഞാൽ ഏകദേശം അതിനെ എതിർക്കുന്ന വിധത്തിൽ തന്നെ കടേ സ്വർമേ കുറച്ച് റൂഡായിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്വരത്തിൽ പറഞ്ഞു. ധീഠത കി ഹദ്ദേ. ധീഠത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിയില്ലായ്മ, നിഡർ എന്ന് പറയാം, ധിക്കാരം എന്നൊക്കെ പറയാം. ധിക്കാരത്തിൻ്റെ ഒരു അതിരില്ലേ, ഹദ് എന്ന് വെച്ചാൽ ലിമിറ്റ്, അതിരില്ലേ. മെ ജബ് സെ പരിചയ് പൂച്ച് റഹി ഹൂँ और तुम बस एक ही राग आलाप कर रहे हो. ഞാൻ അപ്പം തൊട്ട് നീ ആരാണെന്ന് ചോദിക്കുന്നു, നീ ആണെങ്കിൽ ഒരേ ഒരു രാഗം തന്നെ ആലപിച്ചുകൊണ്ടിരിക്കുന്നു. പരിചയ് പൂച്ചണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയണം, ആരാണെന്ന് ചോദിക്കണം അല്ലേ. ഗീത് ഗാവോ, പാട്ട് പാട് എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആഖിർ ക്യൂ, എന്തിനാണ്. ക്യാ തുമേ ഗാവ് കാ നിയം നഹീ മാലൂം, നിനക്കെന്താ ഈ ഗ്രാമത്തിലെ നിയമങ്ങൾ അറിയില്ലേ. ഇത്തന ബോൾക്കർ വഹ ജാനെ കെ ലിയെ തേജി സെ മുടി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവൾ പോകാൻ വേണ്ടിയിട്ട് വളരെ സ്പീഡിൽ തിരിഞ്ഞു. തൻതാരാക്കോ മാനോ കുച്ച് ഹോഷായ. അപ്പോഴാണ് തൻതാരയ്ക്ക് ബോധം വന്നത്. ഉസെ അപ്നി ഗൽത്തി കാ ഹെസാസ് ഹുവ. തൻതാരയ്ക്ക് തൻ്റെ തെറ്റിൻ്റെ തിരിച്ചറിഞ്ഞു, തെറ്റ് ചെയ്തു എന്ന് മനസ്സിലായി. അപ്പോൾ എഹസാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു. വഹ ഉസ്കെ സാമനെ രാസ്ത റോക്കർ മാനോ ഗിഡ്ഗിഡാനെ ലഗ. തൻതാര അവളുടെ മുന്നിൽ അവളുടെ ആ വഴി തടഞ്ഞിട്ട് ഗിഡ്ഗിഡാനെ ലഗ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുക, വളരെ ദയനീയമായ രീതിയിൽ റിക്വസ്റ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ റിക്വസ്റ്റ് ചെയ്തു. എന്താ പറഞ്ഞത്, മുझे മാഫ് കർ ദോ, എന്നോട് ക്ഷമിക്കൂ. ജീവൻ മേ പെഹ്ലി ബാർ മേ ഇസ് തറ വിചലിത് ഹുവാ ഹൂँ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ഡിസ്റ്റർബ് ആയി പോയത്. വിചലിത് ഹോന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റർബ് ആവുക. തുമെ ദേക്കർ മേരി ചേതന ലുപ്ത് ഹോ ഗയി തീ. നിന്നെ കണ്ടിട്ട് എൻ്റെ ബോധമൊക്കെ, ചേതന എന്ന് വെച്ചാൽ ബോധമൊക്കെ നഷ്ടപ്പെട്ടുപോയി. ലുപ്ത് ഹോന നഷ്ടപ്പെട്ടുപോയി. മേ തുമാര രാസ്ത ചോട് ദൂങ്ക, ഞാൻ നിൻ്റെ വഴിയിൽ നിന്ന് മാറിക്കോളാം. ബസ് അപ്ന നാം ബത്താതു. നീ നിൻ്റെ പേര് പറ, ഇത്രയും മതി, നീ നിൻ്റെ പേര് പറ. തൻതാരാനെ വിവശതാമേ ആഗ്രഹിക്കുക. തൻതാര വളരെ വിവശതയോട് കൂടിയിട്ടാണ് തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത്, പേര് അറിയാൻ വേണ്ടിയിട്ട്. ഉസ്കി ആങ്കെ യുവതിക്ക് ചെഹരെ പർ കേന്ദ്രിത് ഥി. തന്താരയുടെ കണ്ണുകൾ ആ യുവതിയുടെ മുഖത്തിൽ തന്നെ ഫോക്കസ്ഡ് ആയിരുന്നു. ഉസ്കെ ചെഹരെ പർ സച്ചി വിനയ് ഥി. തന്താരയുടെ മുഖത്ത് സത്യത്തിലുള്ള വിനയം തന്നെ ആയിരുന്നു. പറഞ്ഞ അങ്ങനെ കള്ളമൊന്നുമല്ല, വേണ്ടാത്തരങ്ങളൊന്നുമല്ല അല്ലേ, ഹോണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് തന്നെ ആയിരുന്നു, വിനയത്തിൽ തന്നെയായിരുന്നു ചോദിച്ചത്. അപ്പോൾ വാ മീ രോ ഏക് റസ് ഘോൽത്തി ആവാജ് ഉസ്കെ കാനോ മേ പഹുഞ്ചി. അപ്പം അങ്ങനെ ചോദിച്ച സമയത്ത് വാ മീ രോ എന്ന് ഒരു റസ് ഘോൽത്തി ആവാജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒഴുക്കൻ മട്ടിലെ ഒരു ലയത്തോടുകൂടി ഒരു പാട്ട് പോലെ എന്നൊക്കെ പറയാം. അങ്ങനെ വാമീരോ എന്നുള്ള ആ ശബ്ദങ്ങൾ അവൻ്റെ കാതിൽ പതിച്ചു, എത്തി. വാമീരോ വഹ കിത്തന സുന്ദർ നാം ഹെ. എത്ര സുന്ദരമായിട്ടുള്ള പിന്നെ പേരാണ്. കൽബി ആവുകിന യഹ, നാളെയും ഇവിടെ വരില്ലേ. തന്താരാനെ യാചന ഭരേ സ്വർ മേ കഹ. തന്താര ഒരു യാചിക്കുന്ന സ്വരത്തിൽ ചോദിച്ചു. നഹി ഷായത് കഭി നഹി, ഇല്ല ഒരുപക്ഷെ ഒരിക്കലുമില്ല. വാമീരോനെ അന്യമനസ്കതാപൂർവക് കഹ. വാമീരോ മനസ്സെവിടെയോ വെച്ചുകൊണ്ട് പറഞ്ഞു. ഓർ ജട്ട് കേസെ ലപ്പാത്തി കി തറഫ് ബേസുദ് സി ദോഡ് പടി. ഒരു ഷോക്ക് പോലെ ആ ലപ്പാത്തി എന്ന ഗ്രാമത്തിലേക്ക്, ആ വഴിയിലേക്ക് ബേസുദ് സി ബോധമില്ലാതെ ഓടിപ്പോയി. അന്യമനസ്കതാപൂർവക് എന്ന് വെച്ചാൽ ജിസ്കാ ചിത്ത് കഹി ഓർ ഹോ എന്ന് മീനിങ് ഉണ്ട്. ബാക്കിൽ പറഞ്ഞാൽ മനസ്സ് വേറെ എവിടെയെങ്കിലും വെച്ചുകൊണ്ട്. झटका എന്ന് വെച്ചാൽ ഒരു ഷോക്ക്, ഞെട്ടൽ. ലപ്പാത്തി ആ ഗ്രാമത്തിൻ്റെ പേരാണ്. ബേസുദ് എന്ന് വെച്ചാൽ ബോധമില്ലായ്മ. പീച്ചെ തന്താരാക്കെ വാക്യ ഗൂഞ്ച് രഹേത്തെ, അതിൻ്റെ പിന്നാലെ തന്താരയുടെ വാക്യം പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. വാമീരോ മേരാ നാം തന്താര ഹെ. വാമീരോ എൻ്റെ പേര് തന്താര എന്നാണ്. കൽ മേ ഇസി ചട്ടാൻ പർ പ്രതീക്ഷ കരൂങ്ക, നാളെ ഞാൻ ഈ പാറയുടെ അടുത്ത് തന്നെ നിന്നെ വെയിറ്റ് ചെയ്യും. പ്രതീക്ഷ കരൂങ്ക എന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുക, പ്രതീക്ഷിക്കും. തുമാരി ബാട്ട് ജോഹൂങ്ക ജറൂർ ആന, നിന്നെ പ്രതീക്ഷിച്ച് ഞാനിവിടെ നിൽക്കും, തീർച്ചയായിട്ടും വരണം. ബാട്ട് ജോഹന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഈഡിയമാണ്, ഒരു മുഹാവരയാണ്. പ്രതീക്ഷ കർണ അല്ലെങ്കിൽ ഇന്തിസാർ കർണ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞാൽ അത് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് പറയുക, കുറേ കൂടി കൂടുതൽ വെയിറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ. വാമീരോ രുക്കി നഹി ഭക്തി ഹി ഗയി, വാമീരോ നിന്നതേയില്ല, ഓടിപ്പോയിക്കൊണ്ടേയിരുന്നു. തന്താര ഉസെ ജാത്തെ ഹുയെ നിഹാർത്ത രഹ, തന്താര അവൾ പോകുന്നത് നോക്കിക്കൊണ്ട് നിന്നു. ഇതിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ടായിട്ട് ഇടുന്നുണ്ട് കേട്ടോ.